തളിപ്പറമ്പ് നഗരത്തെ അഗ്നിഗോളമാക്കി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിട സമുച്ചയത്തിൽ നടന്ന വൻ അഗ്നിബാധയിൽ 60-ലേറെ കടകളാണ് കത്തിനശിച്ചത്. 50 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. അഗ്നിബാധയുണ്ടായത് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള വൈദ്യുതി പ്രസരണത്തെ തുടർന്നെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ അഗ്നിബാധയ്ക്ക് കാരണം ട്രാൻസ്ഫോമറിൽ നിന്നുള്ള വൈദ്യുതി പ്രസരണമല്ലെന്ന് KSEB അറിയിച്ചു. വിവിധ വകുപ്പുകളാണ് തീപിടുത്തത്തിന്റെ ഉദ്ഭവ കേന്ദ്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം നഷ്ടപരിഹാര പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തളിപ്പറമ്പ് ഹൈവേയിൽ ഒട്ടേറെ ചെറുകടകൾ പ്രവർത്തിക്കുന്ന KV കോംപ്ലക്സിൽ വ്യാഴാഴ്ച വൈകിട്ട് 5:10 തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ മൂലയിൽ പ്രവർത്തിക്കുന്ന മാക്ട്രോ ഫുഡ് വെയർസിന്റെ നെയിം ബോർഡിനാണ് ആദ്യം തീപിടിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ തൊട്ടടുത്ത മൈസോൺ, ഫൺ സിറ്റി എന്നീ കളിക്കോപ്പ് കടകളിലേക്ക് തീ പടരുകയായിരുന്നു. അഗ്നിരക്ഷാസേന തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നാലെ വന്ന കാറ്റിൽ തീ സമീപത്തെ കടകളിലേക്ക് അതിവേഗം പടർന്നു. തുടർന്ന് ഹൈവേ പൂർണ്ണമായി അടച്ച് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇരുനില കെട്ടിടത്തിന്റെ 1-ാം നിലയിലെ ഷാലിമാർ ഹോം അപ്ലയൻസ്, ബോയ്സോൺ കൂൾ ബാർ, സർഗ ചിത്ര സ്റ്റുഡിയോ എന്നിവയിലേക്ക് കൂടെ തീ പടർന്നതോടെയാണ് കെട്ടിടം അഗ്നിഗോളമായത്. പിന്നാലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നെത്തിയ 13 അഗ്നിരക്ഷാസേന വാഹനങ്ങൾ 4 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.